നമസ്കാരം. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ അമൃത്സറിലെ സുവർണക്ഷേത്രം ആക്രമിക്കാൻ പാക് സൈന്യം ശ്രമിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ക്ഷേത്രത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചതായി ചില റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ പാക് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കാൻ വ്യോമ പ്രതിരോധ തോക്കുകൾ സുവർണക്ഷേത്രത്തിനുള്ളിൽ വിന്യസിച്ചതായ റിപ്പോർട്ടുകൾ തള്ളി സൈന്യം ഔദ്യോഗിക കുറിപ്പിറക്കി. സുവർണക്ഷേത്രത്തെ ലാക്കാക്കി പലവട്ടം പാക് ഡ്രോണുകൾ പാഞ്ഞു വന്നിരുന്നു. ഇവയെല്ലാം സേന ചേർത്തു. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിച്ചുവെന്ന വാർത്ത ക്ഷേത്ര തലവൻ സിംഗ് സാഹിബ് ഗ്യാനി രൺബീർ സിംഗും തള്ളി. ഇന്ത്യൻ സൈന്യം അക്കാര്യത്തിനായി ഞങ്ങളെ സമീപിച്ചതായി എനിക്ക് വിവരമില്ല. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര സമുച്ചയത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ക്ഷേത്ര തലവൻ അനുമതി നൽകിയെന്ന് വ്യോമ പ്രതിരോധ തലവൻ ജനറൽ സുമർ ഇവാൻ ഡി കുൻഹയാണ് നേരത്തെ അവകാശപ്പെട്ടത്. വർഷങ്ങൾക്കിടെ ഇതാദ്യമായിട്ടായിരിക്കും സുവർണക്ഷേത്രത്തിലെ വിളക്കുകൾ കെടുത്തുന്നത്. അതുകൊണ്ട് ഡ്രോണുകൾ വരുന്നത് കാണാമായിരുന്നുവെന്ന് സുമർ ഇവാൻ ഡി കുൻഹു ANIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കരസേന മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രിയാണ് നേരത്തെ സുവർണക്ഷേത്രത്തിനെതിരായ പാക് ആക്രമണ ശ്രമം സ്ഥിരീകരിച്ചത്. സുവർണക്ഷേത്രത്തിന് നേരെയുള്ള എല്ലാ ഭീഷണികളെയും ഇന്ത്യൻ സൈന്യം തടഞ്ഞിരുന്നുവെന്നും മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി മെയ് 7-8 ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് അമൃത്സറിലെ സുവർണക്ഷേത്രം ലക്ഷ്യമിടാൻ ശ്രമിച്ചെന്നാണ് സൈന്യം സ്ഥിരീകരിച്ചത്. 15ാമത് ഇൻഫൻട്രി ഡിവിഷനിലെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ആണ് മേജർ ജനറൽ കാർത്തിക് സി ശേഷാദ്രി. പാക് സൈന്യത്തിന് നിയമാനുസൃതമായ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് അറിയാമായിരുന്നതിനാൽ അവർ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും മതകേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുവർണക്ഷേത്രമായിരുന്നു. ഇതോടെ സുവർണക്ഷേത്രത്തിന് വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചു. മെയ് 8 പുലർച്ചെ ക്ഷേത്രം ലക്ഷ്യമാക്കി ഡ്രോണുകളും ദീർഘദൂര മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ഒരു വലിയ വ്യോമാക്രമണം നടത്തി. എന്നാൽ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായി സജ്ജരായിരുന്നു. പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ഭീഷണികളെ പൂർണ്ണമായി നശിപ്പിച്ചു. സുവർണക്ഷേത്രത്തെ ലക്ഷ്യമിട്ട് വന്ന എല്ലാ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടുവെന്നും അദ്ദേഹം ANIയോട് പറഞ്ഞു. ആകാശ് മിസൈൽ സിസ്റ്റം, L-70 എയർ ഡിഫൻസ് ഗൺസ് തുടങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും നശിപ്പിച്ചതെന്നും വാർത്തകൾ വന്നിരുന്നു. എന്തായാലും ക്ഷേത്രത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നില്ല എന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബ്ലാക്ക് ഔട്ടിനിടെ പുറത്തെയും മുകളിലെയും വിളക്കുകൾ ക്ഷേത്രാധികാരികൾ അണച്ചിരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം വെടിനിർത്തലായി ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചിരുന്നു. വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലായിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇക്കാര്യം വീണ്ടും വ്യക്തമാക്കിയത്. അമേരിക്ക ഇടപെട്ടല്ല മധ്യസ്ഥതയെന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി കാര്യം പറഞ്ഞത്. അതേസമയം പാകിസ്ഥാനെ ആക്രമണ വിവരം അറിയിച്ചതിനാൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണവും വിദേശകാര്യ സെക്രട്ടറി തള്ളി. ആദ്യഘട്ട ആക്രമണം കഴിഞ്ഞാണ് പാകിസ്ഥാനെ വിവരം അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനായിരുന്നു വെടിനിർത്തൽ ഇങ്ങോട്ട് ആവശ്യമായി വന്നത്, അല്ലാതെ ഇക്കാര്യത്തിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ലെന്നും അദ്ദേഹം കമ്മിറ്റിയെ ബോധിപ്പിച്ചു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ ധാരണയായ വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. തങ്ങളാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾ ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു.